15-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ആള് പെട്ടെന്ന് കോമ സ്റ്റേജിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം എൻ്റെ വൈഫ് ഇന്ന് ഈ ഒരു സ്റ്റേജിൽ വരത്തില്ലായിരുന്നു. ഈ പറഞ്ഞ ആസ്തറുകാര് കാണിച്ച പ്രശ്നമാണ്. പോലും ആ നരമ്പ് പൊട്ടിക്കിടന്നൊക്കെ അവര് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞ ടീമുകളാണ് ആസ്തർ. ഞാനിവിടെ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് സിനിമാ പറമ്പിലാണ്. ഞാനിപ്പോ ഇവിടേക്ക് എത്താൻ കാരണം ആസ്റ്റർ പത്മാവതിയാണ്. ആ ആസ്റ്റർ പത്മാവതി ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിച്ച് പോയപ്പോൾ അതിലിരയായ കുറച്ചു പേരെ കണ്ടെത്താൻ കഴിഞ്ഞു. അതിലൊരാളാണ് പണികൾ. അപ്പോ ഈ ജയകുമാരേട്ടനും വൈഫും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കിൽ നിന്ന് വീണ് ആസ്റ്ററിലേക്ക് എത്തുകയും അവിടെ കൊണ്ടുവരികയും അവിടുത്തെ ചികിത്സാ പിഴവ് മൂലം അനു ദേവമാർ എന്ന് പറയുന്ന ചേട്ടന്റെ വൈഫ് കഴിഞ്ഞ 6-7 മാസമായിട്ട് ഈ അവസ്ഥയിലാണ്. ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടി ഏകദേശം ഇദ്ദേഹം 10-18 വർഷക്കാലത്തോളം ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പൈസ എല്ലാം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇപ്പോ മുന്നോട്ട് ചികിത്സയ്ക്ക് മറ്റൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥ എന്ന് വേണം പറയാൻ. ഇപ്പൊ ഉള്ളതെല്ലാം വിറ്റിട്ടാലും അദ്ദേഹം നോക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരായ ആശ്രയം ഇപ്പോഴും അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോ പല ചാരിറ്റിക്കാരും ഇവിടെ വന്നിട്ട് കമ്മീഷൻ ചോദിക്കും. കമ്മീഷൻ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നത് തന്നെ ആ ചാരിറ്റിക്കാരുടെ മുന്നിലൊന്നും വീഡിയോക്ക് നിന്ന് കൊടുത്തിട്ടില്ല. അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പേജിൽ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും മോന്റെ അടക്കം വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ മാക്സിമം എല്ലാവരും കാണണമെന്നും അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, എന്റെ റിക്വസ്റ്റ് ആണ്, ഞാൻ ചാരിറ്റി വീഡിയോസ് ചെയ്യാറില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാറേ ഇല്ല. ചാരിറ്റി വീഡിയോസ് ഇതുകൊണ്ട് ചികിത്സ വീഡിയോ ഒരിക്കലും ചെയ്യാറില്ല. കാരണം അത് ചോദിച്ചതിന്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട്, ഞാൻ ചെയ്യാറില്ല. ഇപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇദ്ദേഹത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്തായാലും അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ ഇടാം. ഏതെങ്കിലും തരത്തിലൊക്കെ സഹായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ചേച്ചി പഴയ പോലെ ആവും. അവരുടെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഈ അവസ്ഥയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ജയപ്രകാശ്. 2023 സെപ്റ്റംബർ 7-ാം തീയതി വൈകിട്ട് 6:40 ഞാനും എൻ്റെ വൈഫ് കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു ആക്സിഡന്റ് പെടുകയുണ്ടായി. ഞങ്ങൾ വണ്ടി സ്കൂട്ടറിലായിരുന്നു പോയത്. സ്കൂട്ടർ ഒന്ന് സ്കിഡായി വീഴുകയും വൈഫിൻ്റെ ഒരു നരമ്പ് വന്ന് വൈഫിൻ്റെ തല വന്ന് റോഡിൽ ഇടിക്കുകയും എൻ്റെ വലത്തേക്കയുടെ സ്വാധീനം മൊത്തം നഷ്ടപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആംബുലൻസ് വിളിച്ച് ഈ പിന്നെ പത്മാവതി, നേരത്തെ പത്മാവതി ആയിരുന്നു, ഇപ്പം ആസ്തറാണ്. ആസ്തർ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അവിടുത്തെ പിന്നെ എൻ്റെ വൈഫിന് പെട്ടെന്ന് തന്നെ CT സ്കാനും എല്ലാം എടുത്ത് അതിനകത്ത് ഈ നരമ്പ് ചടങ്ങ് അവർ കണ്ടുപിടിച്ചില്ല. എൻ്റെ വലത്തേക്കയുടെ സ്വാധീന നഷ്ടം മൊത്തത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി. ആ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ പിന്നെ ഇവര് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ആ സമയത്ത് തന്നെ എൻ്റെ വൈഫ് അവിടെ അഡ്മിറ്റ് ആക്കി, ഞങ്ങൾ രണ്ടുപേരും അവിടെ അഡ്മിറ്റായി അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. ഞങ്ങൾ രണ്ടുപേരും ICU തന്നെയായിരുന്നു അവിടെ ട്രീറ്റ്മെന്റ്. അപ്പോൾ എൻ്റെ വൈഫിന് ആദ്യം എന്ത് കഴിച്ചാൽ പോലും വൊമിറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും അവരത് കെയർ കൊടുത്തില്ല എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഡോക്ടറെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്നിട്ട് പോലും നമ്മൾ പറഞ്ഞത് പോലും ഡോക്ടേഴ്സ് കേൾക്കാൻ വകവെച്ചില്ല. എന്നിട്ടും പറയുന്നത് വീണതിന്റെ ആ ഒരു പ്രശ്നത്തിലാണ് സംഭവിച്ചത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇത് മാറിയതാണ്. 14-ാം തീയതി ഞങ്ങൾ ഡിസ്ചാർജ് ആവുകയും 15-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ആള് പെട്ടെന്ന് കോമ സ്റ്റേജിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോഴത്തേന് ഈ നരമ്പ് ചതഞ്ഞത് മെയിനായിട്ട് അതിനകത്ത് ബ്ലഡ് ബോട്ടായി ആള് കോമ സ്റ്റേജിലോട്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ നേരെ പിന്നെ കൊണ്ടുപോയത് ട്രാവൻകൂർ മെഡിസിറ്റിയിലാണ്. ട്രാവൻകൂർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഡോക്ടർ MRI സ്കാൻ എടുത്തതിലാണ് പിന്നെ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നമാണ്. പിന്നെ അവിടെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഫുള്ള് ഈ ട്രാവൻകൂർ മെഡിസിറ്റിയിലായിരുന്നു. അവിടുന്ന് പിന്നെ 1.5 മാസം 2 മാസത്തിനടുപ്പിച്ച് ആൾ കോമ സ്റ്റേജിൽ ക്രിട്ടിക്കൽ ICUയിൽ അവിടെ കിടക്കുമായിരുന്നു. ആ 2 മാസം ആവാറായപ്പോഴാണ് ആൾക്ക് കുറേശ്ശെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. കൈയും കാലും ഒക്കെ അനങ്ങാൻ തുടങ്ങി. അങ്ങനെ പെരുക്കെ കൊണ്ട് കുറേശ്ശെ മാറ്റങ്ങൾ വന്നു. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട് ആൾക്ക്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആൾക്ക് ഓർമ്മശക്തി ഇല്ല, ആൾക്ക് സംസാരശേഷി ഇല്ല, പിന്നെ ആള് വാഗൊണ്ട് കഴിക്കാറായിട്ടില്ല. ബാക്കി ഇതെല്ലാം നമ്മളിപ്പം കെയറിങ് ചെയ്യണം. ഇപ്പം വാഗൊണ്ട് നമ്മൾ ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വയറ്റിൽ ട്യൂബിൽ കൂടെയാണ് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ വൈഫ് ഇന്ന് ഈ ഒരു സ്റ്റേജിൽ വരത്തില്ലായിരുന്നു. ഈ പറഞ്ഞ ആസ്തറുകാര് കാണിച്ച പ്രശ്നമാണ് എൻ്റെ വൈഫ് ഈ ഒരു സ്റ്റേജ്. ആസ്തറുകാര് ഒരു നിമിഷം ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്നതിന്റെ അല്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ, അന്ന് ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. ഒരിക്കലും ഇല്ല. ഈ ആസ്തറുകാർ അന്ന് ആ ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ അടിച്ചായിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റേജേ വരത്തില്ലായിരുന്നു. രക്ഷപ്പെട്ടാണ്. ആ സമയത്ത് അവരെന്തായിരുന്നു ചെയ്തിരുന്നത്? അവരന്നേരം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, അത് മാറിക്കോളൂ എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നതാണ്. അല്ല, എന്റെ വൈഫ് ഈ ഒരു സ്റ്റേജ് ഇന്ന് വരുത്തതേ ഇല്ലായിരുന്നു. ഈ ഒരു പോകുന്ന സ്റ്റേജ് പോലെ ഇന്ന് ഇപ്പൊ നാട്ടെ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. തമാശല്ല, ഞാൻ 6 മാസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ആർക്കും അറിയത്തില്ല. ഇത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഇവിളില്ലാതെ ജീവിതത്തിൽ എനിക്ക് വേറെ കാര്യമില്ല. എനിക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ. എന്റെ കുഞ്ഞും ഇവിടും ഞാൻ സന്തോഷവരായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. അത്രയ്ക്ക് സന്തോഷവരായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് ഈ ഒരു വീഴ്ച വന്നതിൽ എനിക്ക് ഒരുപാട് എന്റെ വിൽക്കാൻ പറ്റുന്നത് ഞാനൊരു കാർ എടുത്തായിരുന്നു. അതുവരെ വിറ്റിട്ടാണ് കിട്ടുന്നതിന് അതൊന്ന് ബാലൻസ് CC അടിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്നിടത്താണ് എന്റെ കൊച്ചിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്തത്. ഇനിയും തുടർ ചികിത്സ ആവശ്യമുണ്ട്. ഒരു രീതി പോലും ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും മുന്നിലൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ചേട്ടന്റെ കൈ അവിടെ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കൈയും അവിടെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആ കാണിച്ചുകൊണ്ടിരുന്നപ്പോ അവര് എന്നിട്ട് ഒന്നും പറഞ്ഞില്ല. ഇതിനെ കുറിച്ച് കുഴപ്പമില്ല, അത് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു അവര്. അത് ഒരു പിന്നെ സർജറി, അതിൽ കൂടുതൽ നമ്മുടെ ഇതിൽ എന്ത് പറയാനാണ്. പിന്നെ നമ്മൾ ട്രാവൻകൂർ മെഡിസിറ്റി കൊണ്ടുപോയി ഞാൻ MRI സ്കാൻ എടുത്തപ്പോഴാണ് അതിനകത്ത് അറിയുന്നത് ഈ കയ്യിലോട്ടുള്ള ഇവിടെ നിന്നുള്ള നരമ്പ് മൊത്തം പൊട്ടിപ്പോയിരിക്കുകയാണെന്ന് അറിഞ്ഞത്, ഈ കയ്യിലോട്ടുള്ളത്. പിന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ അയ്യപ്പൻ നായർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ്, ജയപ്രകാശ് ഒരു കാര്യം ഇന്ത്യയിൽ 3 ഉള്ളൂ ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഒന്ന് കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റല്, ഒന്ന് ബോംബെയിൽ ഒരു ഹോസ്പിറ്റൽ, ഒന്ന് മദ്രാസ്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കോയമ്പത്തൂർ പോയിക്കോളാം. അങ്ങനെ ഗംഗാ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറിനെ വിളിച്ചു പറയുകയും ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടെ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതിന്റെ 2ാമത്തെ ദിവസം എനിക്ക് സർജറി ആയിരുന്നു. ആദ്യത്തെ സർജറി കഴിഞ്ഞ് വന്നു. ഞാൻ ഒരു 5 മാസം കഴിഞ്ഞു ആദ്യത്തെ സർജറി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൈക്ക് ആ ആദ്യത്തെ സർജറി കഴിഞ്ഞതിൽ പവർ കിട്ടിയതിന് ശേഷമാണ് അടുത്ത സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പവർ കിട്ടിയതിന് ശേഷം ആണ് 2ാമത് ഞാൻ അവിടെ ചെക്കപ്പിന് പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി എപ്പോൾ വേണമെങ്കിലും സർജറി ചെയ്യാം. അങ്ങനെ 2ാമത്തെ സർജറി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ഇതിനിപ്പം ഡോക്ടേഴ്സ് പറയുന്നത് 6 മാസമാണ്. 2 മാസം ബെഡ് റെസ്റ്റും ബാക്കി 4 മാസം ഇനി ഫിസിയോതെറാപ്പി കൂടെ കൈ വീണ്ടെടുക്കുക എന്നുള്ള ഇത് മാത്രമാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ചേട്ടാ, ഇപ്പോ ചേട്ടന് ഈ അവസ്ഥയായി, ചേച്ചിക്ക് ഇതുപോലുള്ള അവസ്ഥയായി, ഈ ചെലവുകളും കാര്യങ്ങളും മരുന്നും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്റെ നല്ലവരായ സുഹൃത്തുക്കൾ, എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്റെ സുഹൃത്തുക്കളും എന്നെ നല്ല രീതിയിൽ സഹായിക്കുന്നു പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങള് കമ്പനി വർക്ക് ഒരു ഒമാനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ എന്നെ അറിയുന്ന ഒരു കോട്ടയംകാരനാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം നമുക്ക് നല്ല രീതിയിൽ പൈസ സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ കൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ട് എന്റെ വീട്ടിലെ ചെലവ് പോലും അദ്ദേഹത്തിന് നാളെ കൊടുക്കേണ്ട പൈസകളാണ് മൊത്തം. ഞാൻ അത് അവര് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കടവും കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും നല്ല സുഹൃത്തുക്കളെ കിട്ടണേ തന്നെയും ഞാൻ പുണ്യം ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാല് ഈ നൂറ്റാണ്ടിൽ ആരും ചെയ്യുകയല്ല, ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ആരും സഹായിക്കുക. പിന്നെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും അയൽക്കാരും എല്ലാവരും സഹായിച്ചാൽ നമ്മളിന്ന് ചെലവ് കഴിഞ്ഞ് ഓടിക്കൊണ്ട് പോകുന്നു. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് നാട്ടുകാർ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നാട്ടുകാർ നല്ല സഹായം ചെയ്തിട്ടുണ്ട് നമുക്ക്. ഇപ്പോഴും പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വീട്ടില് എന്റെ സുഹൃത്തുക്കൾ, പറഞ്ഞ പോലെ സുഹൃത്തുക്കള് എല്ലാം കടവും ഇടവും ഒക്കെ തിരിച്ചു മറിച്ചുമാണ് എന്റെ കുടുംബം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തുടർ ചികിത്സ ഇനിയും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ഇനിയും വേണം എന്റെ വൈഫിന് വേണ്ടിയിട്ട്. എനിക്കും അതേപോലെ തന്നെ ഇനി ഫിസിയോതെറാപ്പിക്ക് തന്നെ നല്ല 4 മാസം തന്നെ എങ്ങനെ പോലും നല്ല പൈസ ആവുന്നുണ്ട്. എന്റെ വൈഫിന് തന്നെ ഇനി പിന്നെ ഇപ്പൊ തന്നെ മാസം ചെക്കപ്പിന് പോകേണ്ട അവസ്ഥയുണ്ട്. ഇതിനൊക്കെ ഞാൻ പൈസ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ കൂടെ ഇന്നത്തെ ജീവിതം നമ്മൾ തട്ടിമുട്ടിയൊക്കെ പോവാണ്. ഒരു ദിവസം എങ്ങനെ പോയാലും 2500 രൂപയ്ക്ക് 2500-600 രൂപയ്ക്ക് അടുപ്പിച്ച് തന്നെ ചെലവ് വരുന്നുണ്ട് ഒരു ദിവസം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ആ ഒരു അവസ്ഥക്കാണ്. കാരണം വൈഫിന് മെഡിസിൻ ഉണ്ട്. പിന്നെ ഒരു ദിവസം 5 തരത്തിലുള്ള ജ്യൂസുകൾ മാത്രമുണ്ട്. ആ ജ്യൂസിന്റെ വില മാത്രം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുള്ളൂ എത്രത്തോളം പൈസ ആവുന്നുള്ളത്. പിന്നെ മറ്റുള്ള വീട്ടു ചെലവുകൾ പിന്നെ എല്ലാം കൂടെ ഒരു ദിവസം വരുന്നതാണ് ഈ പറഞ്ഞ 2500-600 രൂപയ്ക്ക് അടിപ്പിച്ച് ഒരു ദിവസം വരുന്നുണ്ട്.
എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ ഒരു മോശപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. ചേട്ടാ, ഇതിനൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, ആ സമ്പാദനയെ കുറിച്ച് നിശ്ചയിച്ച് പറയാം. ഇപ്പോൾ എനിക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ കൂടെ ഞാൻ ഈ ഒരു എൻ്റെ വൈഫിൻ്റെയും എൻ്റെ മോൻ്റെയും ഞങ്ങളുടെ 3 പേരുടെയും കൂടെ കൊച്ചു കൊച്ചു വീഡിയോ ഞാൻ ക്ലിപ്സ് ഇതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിനകത്ത്. ആ ഒരു രീതി എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ആ രീതിയിലെങ്കിലും കിട്ടട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.